ഹലോ, സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ തൈര് കറി ഉണ്ടാക്കിയാലോ? വെറും 5 മിനിറ്റിൽ ഒരു കിടിലൻ റെസിപ്പിയാണിത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടാലോ? ഒരു ബൗളിലേക്ക് 500 ml തൈര് ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ അടിച്ച് മാറ്റി വെക്കുക. 4 പച്ചമുളക് രണ്ടാക്കി നടു കീറിയതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് തിരുമ്മി വെക്കുക. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മുളകൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം അതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ളു ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടൊന്ന് വഴറ്റുക. പിന്നീട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് വഴറ്റുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം മൂടി വെച്ച് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വാടുന്നത് വരെയാണ് നമുക്കിത് കുക്ക് ചെയ്യേണ്ടത്. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ മഞ്ഞൾ, 1 തണ്ട് വേപ്പില, 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മിളക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് അടിച്ച് വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കിടിലൻ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾ തൈര് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഈ തൈര് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വേറൊരു വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.